ശ്യാമാമ്മയോടും അമൃതമ്മയോടും എങ്ങോട്ടെങ്കിലും പോകുന്ന കണ്ടായിരുന്നോ? ഇല്ല സാർ, ഞങ്ങൾ കണ്ടില്ല. അല്ല, നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു സാർ. എന്തു പറ്റി? അല്ല, അവരെ രണ്ടുപേരും ഇവിടെ കാണാനില്ല. എങ്ങോട്ട് പോയിട്ടുണ്ടാവാൻ സാധ്യതയില്ല. നമുക്ക് മൊത്തം നോക്കാം. വാ. നേരത്തെ കഴിക്കാൻ പറഞ്ഞിട്ടും കഴിച്ചില്ല. ഇപ്പൊ ഭക്ഷണം എടുക്കട്ടെ? വേണ്ടടോ, കഴിക്കാനുള്ളൊരു മാനസികാവസ്ഥയില്ല ഇന്നിന്. വേണ്ട. എന്താലോചിച്ച ഇപ്പൊ ഈ മനപ്രയാസം? നാളെ രാവിലെ 10 മണിക്ക് ശ്യാമ പറഞ്ഞ് രജിസ്ട്രേഷൻ നടക്കും. രാധികയുടെയും വരുണിന്റെയും പേരിലേക്ക് ശ്യാമയുടെ സമ്പത്ത് മുഴുവൻ എത്തും. നമ്മുടെ എല്ലാ ബാധ്യതകളും തീരാൻ പോവല്ലേ? അതെ, ശ്യാമ തരുന്നത് സന്തോഷത്തോടെയാ, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇത്രയും കാലം അഭിമാനത്തോടെ ജീവിച്ചിട്ട് ഇപ്പൊ വല്ലാതങ്ങ് ചുരുങ്ങിപ്പോയ അവസ്ഥ തോന്നുന്നുണ്ട് പത്മിനി. ഒരു കാര്യം ചെയ്യൂ, രാധികയുടെ വിഹിതത്തിൽ നിന്ന് എടുക്കുന്നത് അന്ന് പറഞ്ഞതുപോലെ കടമായിട്ട് തന്നെ കണ്ടോളൂ. അതിന് കൃത്യമായ കണക്ക് വെക്കണമെന്ന് സൂര്യയോടും വരുണോടും പറയണം. മാന്യമായ ലാഭവിഹിതത്തോടെ അത് വീട്ടിൽ കഴിയുമ്പോ ആ ബാധ്യത തീരുമല്ലോ. ഞാൻ മറ്റൊരു കാര്യമാണ് ചിന്തിക്കുന്നത്. എന്താ അത്? കണിമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ ഇതുവരെ ഉടമകളായി ഞാനും വരുണും സൂര്യയും മാത്രമേ ഉള്ളൂ. മോളുടെ ജീവിതത്തിൽ നിന്ന് ഒരു തുക നമ്മൾ എടുക്കുമ്പോൾ അതിന് പകരമായിട്ട് രാധിക മോളെ കൂടി ഉൾപ്പെടുത്തിയാൽ എന്താ എന്നാ ഞാനിപ്പോൾ ആലോചിക്കുന്നത്. എങ്കിൽ പിന്നെ നന്നായല്ലോ. അതോടെ പരമേശ്വരന്റെ മാനസിക വിഷമവും കുറഞ്ഞു കിട്ടും. അച്ഛാ, അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? രാധികയെ കമ്പനി ഉടമയാക്കുന്നതിന്റെയൊക്കെ. വീഴ്ചയിലായ കണിമംഗലം ഗ്രൂപ്പിനെ കരകയറ്റാൻ ഞാൻ മറ്റൊരാളുടെ സഹായം തേടുന്നു. അതിന് മാന്യമായൊരു സ്ഥാനവും അർഹിക്കുന്ന ഒരു വിഹിതവും അവർക്ക് കൊടുക്കുന്നു. അതിലെന്താ തെറ്റ്? ഈ തീരുമാനം ഏട്ടനെടുത്തതാണോ അതോ ഇങ്ങനെയൊക്കെ വേണോന്ന് ശ്യാമയോ രാധികയോ ആവശ്യപ്പെട്ടതാണോ? അവരങ്ങനെ ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ല. ശ്യാമ പറഞ്ഞത് എന്താന്ന് വ്യക്തമായിട്ട് നിങ്ങളും കേട്ടതാണല്ലോ. പിന്നെന്തിനാ ഈ ചോദ്യം? അവര് ചോദിച്ചോട്ടെ പത്മിനി. പക്ഷേ ഇവർ രണ്ടുപേരും ഓർക്കാത്ത മറ്റൊരു കാര്യമുണ്ട്. നിങ്ങൾക്കുണ്ട് കുടുംബം. കണിമംഗലത്തൊരു പ്രശ്നം വന്നിട്ട് അവരാരും ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഓ, അച്ഛൻ ആ കണക്കും മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടല്ലേ? ഈ നിമിഷം വരെ സൂക്ഷിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ തീരുമാനങ്ങളിൽ കടന്നു കയറാനുള്ള നിങ്ങളുടെ ശ്രമം കണ്ടപ്പോൾ പറയണമെന്ന് തോന്നി. എല്ലാവരുടെയും ആഗ്രഹവും തീരുമാനവും പോലെ രജിസ്ട്രേഷൻ നടന്നാ മതി. അത് കഴിഞ്ഞാലല്ലേ ഇതൊക്കെ ഉറപ്പിക്കാൻ പറ്റൂ. ഉർവശിക്കെന്താ ഒരു സംശയം പോലെ? രജിസ്ട്രേഷൻ നടക്കില്ലെന്ന് എന്തെങ്കിലും തോന്നലുണ്ടോ? ഓ, എനിക്ക് തോന്നിയതുകൊണ്ട് എന്ത് കാര്യമായിടത്തി? കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് നിങ്ങളൊക്കെയല്ലേ? നിങ്ങളൊക്കെയല്ലേ വലിയ വലിയ ആൾക്കാര്. ഉർവശി, ചവിട്ടി നിൽക്കുന്ന തറയ്ക്ക് ബലക്ഷയം ഉണ്ടായാലും നാവിന്റെ ബലം ഒട്ടും കുറയാൻ പാടില്ല. അക്കാര്യത്തിൽ നിർബന്ധ ബുദ്ധിയായിരിക്കണം. കേട്ടല്ലോ? വാ പത്മിനി, കിടക്കാം. ആവശ്യമില്ലാത്ത സംസാരത്തിന് സമയം കളഞ്ഞിട്ട് കാര്യമില്ല. നാളെ രജിസ്ട്രേഷൻ നടന്നു കഴിഞ്ഞാ അവള് കണിമംഗലം ഗ്രൂപ്പിന്റെ ഉടമ. നമ്മള് അവളുടെ ചെലവില് കഴിയുന്ന കുറച്ചാളുകള് അല്ലേ ചെറിയമ്മേ? അതിന് രജിസ്ട്രേഷൻ നടക്കണ്ടേ? നടക്കില്ല. ഒരു കാരണവശാലും നടക്കില്ല. അമ്മ എഴുന്നേറ്റില്ലേ ആവോ? നോക്കിയില്ല. ബെസ്റ്റ്. രജിസ്റ്റർ ഓഫീസിലേക്ക് പോകുന്നതിന് മുമ്പ് അമ്പലത്തിൽ കയറണമെന്ന് പറഞ്ഞതല്ലേ? അപ്പൊ പിന്നെ അമ്മ എഴുന്നേക്കാതിരിക്കോ? അമ്മയുടെ ഭാഷയില് അമ്മയുടെ ഏറ്റവും വലിയ സ്വപ്നം ഇന്ന് നടക്കാൻ പോകുന്നത്. അതെ,
അമ്മ ഈ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ കൃത്യമായ വിഹിതം പകരം കൊടുക്കണം. അത് പണമായിട്ടല്ല, സ്നേഹമായിട്ട്. അമ്മ അതായിരിക്കും പ്രതീക്ഷിക്കുന്നത്. വാ ഇറങ്ങാം നമുക്ക്. എടോ, അങ്ങനെ ഇന്നു മുതൽ ഞാൻ തൻ്റെ വലിയൊരു കടക്കാരനാവുക. ആ ഇതെപ്പോഴാ ഒന്ന് പറയുന്നത് ഞാൻ പ്രതീക്ഷിച്ചിരിക്കായിരുന്നു. നമ്മൾ രണ്ടല്ല ഒന്നാണെന്ന് എപ്പോഴും എന്നോട് ഇങ്ങോട്ട് പറയുന്ന ആളല്ലേ. എന്നിട്ട് ഇപ്പം മാത്രം എന്താ എന്നെ വേർതിരിച്ച് കാണുന്നേ? എടോ, അത് ഞാൻ അമ്മയ്ക്ക് മോളാണെങ്കിൽ വരുൺ മോന. അമ്മയുടെ സ്വത്ത് അനുഭവിക്കാൻ നമുക്ക് രണ്ടുപേർക്കും അവകാശമുണ്ട്. വാ ഇങ്ങോട്ട് വാ, നടക്കാം. അമ്മ എഴുന്നേറ്റില്ലേ? അമ്മേ ഉം? അമ്മേ 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 വരുൺ, അമ്മ മുറിയിലില്ല. അതിന് താനും തന്നെ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? അമൃത മഠത്തിന്റെ മുറി കാണും. മാഡം, അമൃത മാഡം, മാഡം, വരുൺ, അമൃത മാഡം ഇല്ല. അപ്പൊ അവരുടെ പോയതാ? വാ അമ്മേ, അമ്മേ, അമ്മേ. വരുൺ, അവരെവിടെ പോയതാ? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. നോക്കാം. ശ്യാമാമ്മയോടും അമൃതമ്മയോടും എങ്ങോട്ടെങ്കിലും പോകുന്ന കണ്ടായിരുന്നോ? ഇല്ല സാർ, ഞങ്ങൾ കണ്ടില്ല. അല്ല, നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു സാർ. എന്തു പറ്റി? അല്ല, അവരെ രണ്ടുപേരും ഇവിടെ കാണാനില്ല. എങ്ങോട്ട് പോയിട്ടുണ്ടാവാൻ സാധ്യതയില്ല. നമുക്ക് മൊത്തം നോക്കാം. വാ. അവിടെ നോക്കൂ. അമ്മേ, മാഡം, അമ്മേ.